േക്കാൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ തടസ്സം നേരിട്ടിട്ടുണ്ട്. ആദ്യം കുറ്റം അങ്ങനെയല്ല, ആരും കുറ്റമല്ല, ഞങ്ങളാണ് കുറ്റം അല്ലേ? എന്തേ പറ്റും. മഴക്കാല പൂർവ്വ എന്താ പറയുക ശുചീകരണ പ്രവർത്തനം എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. എല്ലാ ഗവൺമെൻറ്റും എല്ലാ വർഷവും ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അത് തദ്ദേശ ഭരണ സ്വയംഭരണ അവർക്ക് എല്ലാ നിർദ്ദേശങ്ങൾ നൽകും, കൃത്യമായിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടൊക്കെ ഇറക്കും. അത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മൊത്തം കുളമാവും. നമ്മുടെ ആരോഗ്യമന്ത്രി പച്ച മലയാളത്തിൽ പറയാണ്, ഞങ്ങൾ പരാജയപ്പെട്ടു, ആ ഒരു വിഷയത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഇദ്ദേഹം അതിൻ്റെ ഒപ്പം പറയുന്നത് ഇത് ആരുടെയും വിഷയമൊന്നുമല്ല എന്ന്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ ഒരു മുഖ്യ കാരണമായിട്ട് ഞങ്ങൾ അവലോകനം നടത്തിയപ്പോൾ മനസ്സിലായത്, ഈ ശുചീകരണ പ്രവർത്തനങ്ങളും മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാരണം കുറെ തടസ്സപ്പെട്ടിട്ടുണ്ട്. അതായത് പല നിങ്ങൾക്കറിയാം, ലോക്കൽ ബോഡികൾ നിലവിൽ വരുന്നത് ഡിസംബറിലാണ്. ഏതാണ്ട് ഒരു 70-80% പുതിയ ആൾക്കാരാണ് വന്നിട്ടുള്ളത്. ഇവരെ ഒന്ന് പരിചയപ്പെട്ട് വരുമ്പോഴേക്കും മാർച്ച് 15-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിക്കും. മിക്കവാറും ഇവരൊക്കെ പരിചയപ്പെട്ട് വരുമ്പോഴേക്കും കേരളം മുഴുവൻ അസുഖം കൊണ്ട് നിറയുകയും ഇവരൊക്കെ പരിചയപ്പെട്ട് വരുമ്പോഴേക്കും ഇവിടെയുള്ള ആളുകൾക്ക് മുഴുവൻ ഒരുപക്ഷെ വലിയ വലിയ പനിയും പകർച്ചവ്യാധികളൊക്കെ പിടിവിടുകയും ഇവരൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം ഹണിമൂൺ പീരീഡൊക്കെ കഴിഞ്ഞു വരുമ്പോഴേക്കും ഇവിടെ ആൾക്കാർ കൊറോണ അതിനെ കുഴിക്ക് എടുത്തിരിക്കേണ്ട ഗതികേട് വരും. ഇതൊന്നും ഒരു ന്യായീകരണമല്ല എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. ഇതെങ്ങനെയാണ് ന്യായീകരണമാവുന്നത്? ഇവരൊക്കെ പരിചയപ്പെട്ട് വരും, മിക്ക ആൾക്കാരും പുതിയ ആൾക്കാരായിരുന്നു. ഇവരൊക്കെ പരിചയപ്പെട്ട് വരുമ്പോഴേക്കും വലിയ പ്രശ്നമാവും. എൻ്റെ സുഹൃത്തുക്കളെ, നിപ എന്ന് പറയുന്ന അസുഖം കേരളത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു അസുഖത്തെക്കുറിച്ച് ഒരു ABCD കേരളത്തിൽ ആർക്കും അറിയില്ല. നമ്മുടെ ശൈല ടീച്ചർക്ക് അതിനെ പറ്റി ഒരു ABCD അറിയില്ലെന്ന്. പക്ഷെ അവരത് എത്ര കൃത്യമായിട്ടാണ് അതിന് ടാക്കിൾ ചെയ്യാൻ ശ്രമിച്ചത്, അതിൽ വിജയിച്ചത്, ലോകം മുഴുവൻ അതിനെ അഭിനന്ദിച്ചതല്ലേ ആ ഒരു സ്ത്രീയെ. അപ്പോൾ ഇതിപ്പോൾ പനി പോലെയുള്ള ആ നിപ ഇനി എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത് നമുക്കറിയാം. അതിനു വേണ്ടിയിട്ടുള്ള മരുന്ന് പോലും കൃത്യമായിട്ട് ഈ ഒരു സമയത്ത് വരാവുന്ന അസുഖങ്ങൾക്കുള്ള മരുന്ന് പോലും എത്തിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കണം. ആരോഗ്യ മേഖല പാടെ തകർന്നു. അധികാര വടംവലികൾക്കിടയിൽ ഇവർക്ക് കേരള ജനതയുടെ അത്യാവശ്യ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഇവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല എന്നർത്ഥം. അതിനപ്പുറത്തേക്ക് വേറെ തേച്ചുമായ്ച്ച പരിപാടികളൊന്നും ഇല്ല എന്നുള്ളതാണ്. പറഞ്ഞു. പെരുമാറ്റച്ചട്ടം വന്നു, പിന്നെ എല്ലാവരും ഇലക്ഷൻ മൂഡിലായി. അതുകൊണ്ട് മുൻകാലങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ തടസ്സം നേരിട്ടിട്ടുണ്ട്. ആരുടെയും കുറ്റമല്ല. അതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ്. അതാണ്, ഇതൊന്നും ആരുടെയും കുറ്റമല്ല, പിന്നെ നമ്മളെ കുറ്റമാണല്ലോ, നമ്മളാണല്ലോ അതൊക്കെ ചെയ്യേണ്ടത് അല്ലേ? ഇനി അടുത്ത കേൾക്കാൻ കേട്ടോ, അതിഗംഭീരമാണ്. മരുന്നിന്റെ ലഭ്യതയും സംഭരണവും അതിപ്പോൾ എല്ലാം നിങ്ങൾക്കറിയാം, KMSCL വഴിയാണ് ഈ മരുന്നുകൾ സംഭരിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യമുള്ളത്, ഈ ആവശ്യത്തിനുള്ള മരുന്നുകൾ ഇപ്പം മരുന്ന് സ്റ്റോക്കുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്ത് സർക്കാരിനൊരു റിപ്പോർട്ട് നൽകാൻ ഒരു ഞാൻ പറഞ്ഞ ഹൈ പവർ കമ്മിറ്റി, എന്താ ഇദ്ദേഹം പറയുന്നേ, അതിന്റെ ചെയർമാനായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇദ്ദേഹം പറഞ്ഞു വരുന്നത് തിരഞ്ഞെടുപ്പാണ് ഇതിനൊക്കെ കാരണം. എന്നപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കാതെ ഇവരെ ക്ഷണിച്ചിട്ട് അധികാരത്തിൽ ഇരുത്തിയാൽ മതിയായിരുന്നു അല്ലേ? നമ്മളാണല്ലോ ഇതിനൊക്കെ വലിയ പ്രശ്നങ്ങൾ. സുഹൃത്തുക്കളെ, ഇതിനൊക്കെയാണ് നമ്മൾ ഈ മുടന്തൻ ന്യായം എന്നൊക്കെ പറയുക. മുടന്തൻ ന്യായം. ഇത്തരം ന്യായങ്ങൾ കൊണ്ടല്ല വിജയിച്ച് പോകേണ്ടത് എന്നുള്ളതാണ് ഓരോ മന്ത്രിമാരും ചെയ്യേണ്ടത്. കാരണം ജനങ്ങളെ ജീവിതം വെച്ചാണ് ഈ കളിക്കുന്നത്. ഇപ്പം തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെല്ലാം കയറാൻ പറ്റാത്ത എന്തോ ഒരു ഇടമാണ് എന്ന രീതിയിലേക്കൊക്കെ ഒരു ചിത്രം ഉണ്ടാക്കി വെക്കാൻ ഇവർക്ക് ഈ കഴിഞ്ഞ 10-30 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 6 മാസം കഴിയുമ്പോഴേക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആ വഴി കൂടെ പോകേണ്ട അസുഖങ്ങൾ വെറുതെ നമുക്ക് വരുമെന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ സംഗതികൾ മാറുമോ എന്നുള്ളതാണ് ആളുകളൊക്കെ സംശയിക്കുന്നത്. ഇനിയും കേൾക്കേണ്ടതുണ്ട്, കേൾക്കണം. പക്ഷേ
ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആധികാരികത ഉണ്ടാവണം. മനസ്സിലല്ലേ? വെറുതെ നുണ പറയരുത് ആരും. ഇപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞില്ലേ ചിലയിടത്ത് കൺഫ്യൂഷൻ വന്നു. അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ കണക്ക് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആയതുകൊണ്ടാണല്ലേ ഞങ്ങൾ ഹൈപ്പർ കമ്മിറ്റിയിലേക്ക് പോകാൻ കാരണം. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് രോഗങ്ങൾ പടരുന്നു, അത് ഗൗരവമായിട്ട് എടുക്കണം. ഞാൻ അതിന് ശേഷം ഒരു രോഗമില്ലാന്ന് ആരെങ്കിലും പറയൂ. ഇതിപ്പോ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരൊക്കെ എഴുതിയോണ്ടാണ് അത്ര ഇദ്ദേഹത്തിന് അങ്ങനത്തെ തീരുമാനം എടുക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ തീരുമാനം എടുക്കില്ല. ആരും എതിർക്കുന്നില്ലെങ്കിൽ തീരുമാനം എടുക്കില്ല. ഇങ്ങനെ ആരെങ്കിലും പത്രത്തിലും മറ്റും എഴുതിയതുണ്ടോ? ഏതെങ്കിലും ആളുകൾ അവരെ വീഡിയോ വഴി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണോ ഒരു ആരോഗ്യമന്ത്രി തീരുമാനം എടുക്കേണ്ടത്? അല്ല. കാര്യങ്ങൾ വിശദമായി പഠിച്ച് അവിടെ എന്ത് വേണമെന്ന് നോക്കിയിട്ടാണ് തീരുമാനമെടുക്കേണ്ടത്. അതല്ലാതെ പത്രത്തിൽ വന്നതുകൊണ്ടോ മാധ്യമങ്ങളിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടോ അല്ല തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെ തന്നെ അല്ലേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് തിരുത്താൻ കേട്ടോ നിങ്ങൾക്ക്. ഇനി അടുത്ത ചോദ്യം. ഫോണിൽ വിളിച്ചാൽ എല്ലാവരും എടുക്കണം എന്നുള്ള നിർദ്ദേശം ആരും ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എങ്ങനെ? അതെ, അതാ പറഞ്ഞ എല്ലാ ദിവസവും സൈറ്റിൽ ഇടുന്നുണ്ട്. പിന്നെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഓഫീസിൽ ചോദിക്കാം. ആ സൈറ്റിൽ ഇടുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. 5 മണിക്കാണ് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞില്ല, വൈകുന്നേരം. എന്തപ്പോ നിങ്ങള് പറയുന്നത്? എന്തൊക്കെയോ പറയുന്നു. എന്നാൽ ഒരു പ്രത്യേക പ്രദേശത്ത് വന്നു എന്ന് അറിയിപ്പോൾ അവിടുത്തെ വീടുകളിൽ അവര് സ്വയം ട്രേഡ് ആയിരിക്കും, മറ്റ് പ്രിക്കോഷൻസ് എടുക്കും. ജനങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുത്താൽ മതി. അത് കൊടുക്കുന്നില്ല. അതുണ്ടെങ്കിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കും. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായ? എവിടെയെങ്കിലൊക്കെ ഈ നിപ്പ ഏതെങ്കിലും വീട്ടിലുണ്ടായാലേ ആ വീട്ടുകാർ ഇൻഫർമേഷൻ കൊടുക്കും, ആ നാട്ടുകാർക്ക് ഇൻഫർമേഷൻ കൊടുക്കും. പിന്നെ ആ വീടുമായിട്ട് ഒരല്പം ബന്ധമില്ലാതെ മാറിക്കാലോ. ഇതുപോലും ചെയ്തിട്ടില്ലാത്ത പോലെ